കേരളത്തിൽ നിന്നും ദേശീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യസ്നേഹിയെ തൃശ്ശൂരുകാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു. അതാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ പ്രബുദ്ധ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള ഹരിത മതേതര കാന്തിയുടെ പ്രതാപത്തിന് ഇടിവ് പകർന്നവർ എന്ന നിലയിൽ സുരേഷ് ഗോപിയെയും തൃശ്ശൂരിലെ വോട്ടർമാരെയും ഗണേഷ് കുമാർ കണ്ടു മനസ്സിലാക്കുന്നതിൽ ഒട്ടും തന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പുളുമാൾ മുതലാളിയായിട്ടുള്ള ഊത്തപ്പുലിയുടെ നിതംബ ചുംബകൻ എന്ന നിലയിൽ പ്രതാപം കൈവരിച്ചിട്ടുള്ള ഒരു ധീരവീര പരാക്രമിയായിരുന്നല്ലോ തൊട്ടുമുന്നേ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന് വേണ്ടി പാർലമെന്റിൽ നിരന്തര ഗർജനം നടത്തിയിരുന്നു. Tourism from all around the world to Trichy. അല്ലെ, ചുട്ടനോട്ടത്താൽ അമിത്ഷായെ പാർലമെന്റിൽ പിടിപ്പിക്കുന്നവനായിരുന്നു ഊത്തപ്പുലിയുടെ പ്രതാപിയായിട്ടുള്ള നിതംബ ചുംബകൻ. ചൂണ്ടുവിരൽ കൊണ്ട് നരേന്ദ്രമോദിയുടെ നാക്ക് തളയ്ക്കുന്നവനായിരുന്നു ഊത്തപ്പുലിയുടെ പ്രതാപിയായിട്ടുള്ള ആ നിതംബ ചുംബകൻ. ആ നിതംബ ചുംബകൻ ദില്ലിയിലുണ്ട് എന്നറിഞ്ഞാൽ യോഗി ആദിത്യനാഥ് രാജ്യ തലസ്ഥാനത്തേക്ക് ചെല്ലാൻ പോലും ഭയപ്പെട്ടിരുന്നു കേട്ടിട്ടുണ്ട് പോകാൻ. എന്തിനധികം പറയണം, ഈ ഊത്തപ്പുലിയുടെ സ്വകാര്യ സൗഭാഗ്യമായിട്ടുള്ള ആ നിതംബ ചുംബകൻ വായ തുറന്നാൽ നമ്മുടെ പാർലമെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡായി അങ്ങനെ അങ്ങോട്ടേക്ക് മാറുമായിരുന്നു. Genius account of British cruelty like Jallianwala Bagh are also insulted by ICHR. ആംഗ്ലേയത്തിൽ നിതംബ ചുംബകനുള്ള സ്വാധീനം അത്ര കണിശമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് അത്രമേൽ പ്രതാപിയായിട്ടുള്ള ഒരു മതേതര നിതംബ ചുംബകൻ ഗർജനം മുഴക്കിയ ഇടത്തിലേക്കാണ് തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയെ പറഞ്ഞയച്ചത്. Do they have the guts? Does the Chief Minister of Kerala have the guts to have? What is wrong? What is wrong? സ്വാഭാവികമായും തൃശ്ശൂരുകാരെയും സുരേഷ് ഗോപിയെയും ഒക്കെ ഈ ഗണേഷ് കുമാർ കടിക്കാൻ പിടിക്കുന്നതിൽ പോങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ദേശസ്നേഹികളായിട്ടുള്ള ഭാരതീയരെ കടിക്കുകയും തീവ്രവാദികളായിട്ടുള്ള ഹമാസനന്മാരുടെ പാദം നക്കുകയും ചെയ്ത് ദ്വിമാറ പ്രീതി നേടിയെടുക്കേണ്ടത് ആ മനുഷ്യന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അല്ലെ, ഗണേഷ് കുമാറിന് മണ്ഡലത്തിലുള്ള ഹരിത മതേതരരുടെ വോട്ട് അടുത്ത തവണ കിട്ടണമെങ്കിൽ സുരേഷ് ഗോപിയെ നോക്കി കുരയ്ക്കുകയും തക്കം കിട്ടിയാൽ കടിക്കുകയും ഒക്കെ ചെയ്തേ മതിയാവും. നിലനിൽപ്പിനായി നടത്തുന്ന ഇത്തരം നാറിയ നീക്കങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് നല്ലത്. അല്ലെ.